ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സ്ഥലത്തേക്കാണ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അതിൻ്റെ പേര് റോമൻ ബാത്ത് എന്നാണ്. അതായത് പണ്ട് കാലത്ത് റോമക്കാരിവിടെ വന്ന് ഇവിടെയെല്ലാം കൈയടക്കിയപ്പോൾ അവർ നിർമ്മിച്ച ഒരു ബാത്താണ്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതും നമ്മളൊരു ബസ് ടൂർ അറേഞ്ച് ചെയ്തിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ റോമൻ ബാത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. നമുക്കിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി. ഇവിടെ ഇറങ്ങണം. എന്നിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലോട്ട്. ഇതാണ് റോമൻ ആബേ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ റോമൻ ബാത്ത് ആബേ. ഇതൊരു സൈഡാണ്, നമ്മുടെ ബാത്തിൻ്റെ ഒരു സൈഡാണ്. ഈ സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് പോകാനുള്ളത്. ഇതാണത്.
ഇതിനുള്ളിൽ കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബസ്സിൽ ടൂർ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരൊരു ടാഗ് തരും. സോ ഈ ടാഗിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് വേറെ ടിക്കറ്റ് ഒന്നും സ്പെഷ്യലായിട്ട് എടുക്കണ്ട. അത് ഇവർ തന്നു കഴിയുമ്പോൾ നമുക്ക് അവരുടെ കൂടെ അങ്ങോട്ട് കയറി പോയാൽ മതി. അപ്പോൾ ദാണ്ടെ ഈ കാണുന്നതാണ് അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോമൻ ബാത്ത്. ഈ കാണുന്ന ഒരു ചെറിയൊരു ഡെപ്പിക്ഷനാണ് കേട്ടോ. നമുക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റോമൻ ബാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 70 AD നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് റോമൻസ് ഇവിടെ ഇൻവേഡ് ചെയ്ത സമയത്ത് അവർക്ക് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം കിങ് ബ്ലാഡുഡ് എന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് ഈ ഒരു റോമൻ ബാത്തിന് പോവുകയും അവിടെയുള്ള പന്നികൾക്ക് ലെപ്രസി ഉണ്ടാവുകയും ഈവൻ നമ്മുടെ കിങ്ങിന് വരെ ആ ഒരു പ്രോബ്ലം ഉണ്ടാവുകയും അദ്ദേഹം അങ്ങനെയുള്ള ഈ ഒരു വെള്ളം കലർന്ന മഡിൽ കിടന്ന് ഉരുണ്ടപ്പോൾ പന്നികളുടെയൊക്കെ ലെപ്രസി സുഖപ്പെടുകയും ഈ രാജാവിൻ്റെ തന്നെ ലെപ്രസിയൊക്കെ സുഖപ്പെടുകയൊക്കെ ചെയ്ത സമയത്താണ് ഇവരിത് ഭയങ്കര സാക്രഡായിട്ട് കാണാൻ തുടങ്ങിയത്. കാരണം ഇതൊരു നാച്ചുറൽ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ്. ഈ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ പോയ ഒരു സമയം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സമയത്താണ് പോയത്. പക്ഷേ ഈ വെള്ളത്തിന് നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കൈയിടാൻ അവർ സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ ആ സ്പ്രിങ് വരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒന്ന് തൊട്ട് നോക്കാം. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അവരത് കൈയിടാൻ സമ്മതിക്കില്ലാത്തതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിനകത്ത് ഒരുപാട് പാത്തജൻസ് അവർ റീസെൻ്റ്ലി കണ്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആർക്കും ഒരു ദോഷം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചൂടുണ്ട്. നമ്മൾ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് ചൂടാണ്. അപ്പോൾ ഇതിനൊരു റീസൺ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന് തൊട്ടടുത്തായിട്ടൊരു മൗണ്ടൻ ഉണ്ട്. അപ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ ട്രാപ്പ് ചെയ്യപ്പെടുന്ന വെള്ളം ലൈം സ്റ്റോണിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കയറി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവുകയും ഇവിടെ വരുമ്പോൾ ചെറിയ ചെറിയ ഹോൾസിലൂടെ അത് സ്പ്രിങ് ആയിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബാത്തിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഒഴുക്ക് കാണിക്കുന്നത്. അതായത് അവരെവിടേക്കാണ് ആ സ്പ്രിങ് വരുന്നത്, പിന്നെ വാട്ടർ എവിടേക്കാണ് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇതിനകത്ത് ശരിക്കും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് സമയം എടുത്ത് നോക്കി നിന്ന് നമുക്ക് അതിൻ്റെ നന്നായിട്ടൊരു ഐഡിയ കിട്ടും. പിന്നെ അത്യാവശ്യം തിരക്കും തണുപ്പും ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ വന്നത് ബസ് ടൂർ ആയതുകൊണ്ടും നമുക്ക് ലിമിറ്റഡ് സമയമുള്ളൂ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ടൂറൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം കിട്ടും. അപ്പോൾ ഇതാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സംസ്കാരം, അതായത് അവർക്ക് താമസിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെ തന്നെയായിട്ട് ഒരു നാച്ചുറൽ സ്പ്രിങ്, അതായത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വാട്ടറുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ വഴി എന്ന് പറയുന്നത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സോ അതുകൊണ്ട് നമുക്ക് അത് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ പോകുന്ന എല്ലാവരും തന്നെ ആ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് പ്രത്യേകം അവരത് ശുദ്ധീകരിച്ചിട്ടൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് അതോടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ നാച്ചുറലായിട്ട് വരുന്ന ഈ സ്പ്രിങ്ങിൽ വെള്ളം തൊടുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്വസൊലീസിൻ്റെ ഒരു ഡെത്തിനെ പറ്റിയാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
ഇവിടെ എനിക്ക് തോന്നുന്നു 3 സ്ഥലത്തായിട്ടാണ് ഇവർ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഹോട്ട് വാട്ടറും പിന്നെ മൈൽഡ് ഹോട്ട് വാട്ടറും പിന്നെ കോൾഡ് വാട്ടറും ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അവർ വീഡിയോ ഡെപ്പിക്ഷൻ തരുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് ഇവരിത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഡെപ്പിക്ഷൻ അവിടെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ ഇവിടെ ജിം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തും അവർ ജിമ്മിലുള്ള ഫെസിലിറ്റീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമായിരുന്നു. മസാജിങ് സെൻറ്റർ, അതായത് ബാത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം കാര്യങ്ങളും അവർ പണ്ട് കാലത്തേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം കുറേ ഭാഗമൊക്കെ ഇവിടെ ഇടിഞ്ഞു പോയിട്ട് നശിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവരത് നന്നായിട്ട് പ്രിസർവ് ചെയ്ത് ഒരു കുഞ്ഞി കല്ല് പോലും പോകാണ്ട് നന്നായിട്ട് പ്രിസർവ് ചെയ്താട്ടോ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ റോമൻ ബാത്തിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ. ഇതാണ് മെയിനായിട്ട് അവർ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തൊരു ഏരിയ എന്ന് തോന്നുന്നു. പിന്നെ ഇത് കൂടാണ്ട് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചെറിയ നീരാവിയൊക്കെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. പിന്നെ അത് നമ്മുടെ ഹോട്ട് വാട്ടർ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വേറൊരു കാരണം പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇങ്ങനെ വരാം. പിന്നെ ഈ പച്ച കളർ കാണുന്നത് ഇതിനകത്ത് കുറച്ച് ആൽഗേസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ച കളർ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ സ്പ്രിങ്സ്. സോ ഇതിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയ ചൂടുണ്ട് കേട്ടോ. അവിടെ തൊടലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലരൊക്കെ തൊടുന്നുണ്ട്. സോ നമ്മൾ പിന്നെ പ്രത്യേകിച്ചും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. ഭയങ്കരമായിട്ട് കൈ ഇട്ടൊന്നും നോക്കിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അത് ചൂട് വെള്ളമാണ്. പിന്നെ കണ്ടോ ചെറിയൊരു ആവി പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു.
കണ്ടോ ഇങ്ങനെ ആവി പൊങ്ങുന്നുണ്ടോ? എന്നാൽ ചൂടിൻ്റെ ആ ഒരു ചൂടിൻ്റെയാണ്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് നല്ല തണുത്ത സമയമായിരുന്നു. പക്ഷേ ഈ വെള്ളത്തിന് ചൂടാണ്. അതാണ് അവിടെ നമുക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് വേറൊരു ബാത്താണെന്ന് തോന്നുന്നു. ആയിരിക്കും, അതായത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ കിങ്ങും ക്വീൻസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാത്താണ് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലുണ്ടല്ലോ ഇങ്ങനെ കുമള വരുന്നത് കാണാൻ പറ്റും. അതായത് ഈ ചൂട് കൊണ്ട് തിളയ്ക്കുന്നതായിട്ട് തോന്നും. ഇനി അത് ചൂട് കാരണം തിളയ്ക്കുന്നതാണെന്ന് എനിക്ക് തോന്നണില്ല പേഴ്സണലി. പക്ഷേ ഇതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ടായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ കുമള വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ നമുക്ക് അത്ര അറിയില്ല കേട്ടോ. ഇനി തിളയ്ക്കുന്നതാണോ നമ്മൾ പോയി തൊട്ട് നോക്കാറില്ല. പിന്നെ ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല അതിനകത്ത് തൊടാനൊന്നും. സോ എനിക്ക് തോന്നുന്നു ചിലപ്പം അത് സത്യമായിരിക്കും. ചിലപ്പോൾ തിളയ്ക്കുന്നുണ്ടായിരിക്കും. ആൾക്കാർ പോയാൽ അപകടം പറ്റുന്നത് കൊണ്ടായിരിക്കും. സോ എനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ. എനിവേ ഇവിടെ പോയത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഇതൊരു ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ പഴയ കാലത്തുള്ള അവരുടെ ഒരു ജീവിതമൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സന്തോഷം തോന്നും. ഓ ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചിരുന്നോ, ഇങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നോ എന്നൊക്കെ തോന്നും. പിന്നെ ഈ കാഴ്ചകളേക്കാളെല്ലാം അടിപൊളിയായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്നാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. അതായത് ഞങ്ങൾ ടൂർ പോയപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന്. സോ ഞങ്ങൾ ഈ റോമൻ ബാത്ത് കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ അത്യാവശ്യം എല്ലാം കണ്ടു. ഞങ്ങൾക്കൊരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു അവിടുന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി. പക്ഷേ എന്ത് പറ്റിയെന്നല്ല, ഞങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ മനസ്സിലാകുന്നില്ല ഞങ്ങൾ എതിലേക്കൂടിയാണ് കയറിയത് ഇറങ്ങിയത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ആരും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. നമ്മളെല്ലാം അഡൽട്ട്സ് ആണല്ലോ. സോ നമുക്ക് അതിന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വേണം, അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് ഒരു സൈഡിലോട്ട് പോയി കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ആ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഞങ്ങൾ തിരിച്ചു പോകും.